ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ കൊണ്ടുവരുന്ന കാര്യം. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അനിയത്തിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം വീടിൻ്റെ പണി കുറച്ചുണ്ടായിന്. അപ്പം കുറച്ച് എന്താ പറയുക, കുറച്ചൊക്കെ തീർത്ത് ഇതൊക്കെ ഇന്ന് അവിടുന്ന് കൊണ്ടുവച്ച സാധനങ്ങളാട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വീട്. പണി മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം അച്ഛൻ്റെ റൂം മാത്രം ഒന്ന് ക്ലീനാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഇതാ അച്ഛൻ്റെ റൂമാണ് കേട്ടത്. അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് അച്ഛന് എയർ ബെഡ് കൊണ്ടുവച്ചതാണ്. പാലിയേറ്റീവ് നിന്ന് മറ്റേ ബെഡ് കൊണ്ടുവന്ന് എയർ ബെഡൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അച്ഛൻ തപ്പം വരും, ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്താ പറയുക, കുറേ സമയം ഇങ്ങനെ ഓടിക്കളിക്കുന്നു. കാരണം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. പുറത്തൊക്കെ പോയി വന്നതാണ്. ഇപ്പോൾ റെഡിയാക്കി വന്നിട്ടേ ഉള്ളൂ. ബെഡൊക്കെ ഇപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പം ഇനി അച്ഛൻ വന്നിട്ട് വരുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാം വരാം. അപ്പം ആരും നെഗറ്റീവായിട്ടൊന്നും പറയരുത്. കാരണം എനിക്ക് എൻ്റെ അച്ഛനെ കാണിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതാ കാണുന്ന കേട്ടോ റോഡ്. ആ റോഡിൻ്റെ മേലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആംബുലൻസിലാണ് അച്ഛനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വഴിക്ക് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം അങ്ങോട്ട്. ഇതാണ് വഴി, കണ്ടോ, ചെറിയൊരിട വഴിയാണ്. അവിടെ വരെ റോഡുള്ളൂ. അതാട്ടോ അച്ഛനെ കൊണ്ടുവരുന്നുണ്ടോ. അച്ഛനെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടുന്ന് നല്ല ക്ലിയർ ഉണ്ടോ അറിയില്ല. അതാ അച്ഛന് കാറിലൊന്നും അച്ഛനെ കൊണ്ടുവരാൻ പറ്റില്ല. തീരെ വയ്യാത്തയും കൊണ്ട് എടുത്തുകൊണ്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായി ഇവിടെ. അതുകൊണ്ട് ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. ഇതാ അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.